വിശ്വാസത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, അസാധ്യമായി നടക്കുമോ എന്നുള്ള ചിന്തയാണ് നമ്മളെപ്പോഴും വിശ്വാസത്തെ കാണുന്നത്. അത് ശരിയാണ്, തെറ്റല്ല. പക്ഷേ അങ്ങനെ വിശ്വാസത്തോടെ കണ്ടിട്ടും നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വിശ്വാസത്തോടെ സംസാരിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അസാധ്യമായ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അസാധ്യമായ ഉത്തരവുകൾ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ കാണാൻ പറ്റും. അസാധ്യമായത് നിങ്ങളുടെ കണ്ണാലെ കാണാൻ പറ്റും. ഒരു സംശയം മാനുഷിക ചിന്തകൾക്ക് അതീതമായ, മനുഷ്യന്റെ ബുദ്ധിക്കും കഴിവുകൾക്കും പ്രവൃത്തികൾക്കും അതീതമായത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. അത് വിശ്വാസത്താൽ സംഭവിക്കും. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തുന്നതിന് നമുക്ക് ബേസ്മെന്റ് കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റാതെ. വിശ്വാസത്താൽ അത് സ്വീകരിക്കുക എന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ അതിന്റെ ബേസ്മെന്റ് ക്ലിയർ അല്ലാതെ, അടിസ്ഥാനം ക്ലിയർ അല്ലാതെ നമ്മൾ മേലെ തട്ടിട്ട് നോക്കി കണ്ടിട്ട് മെറ്റീരിയൽ തിങ്സിനെ ഒന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകാറില്ല. പലപ്പോഴും യാഥാർത്ഥ്യമാകാറില്ല. എന്നാൽ വിശ്വാസിയായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ സംഭവിക്കാറുള്ള പലതും നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പലതും നടക്കാറില്ല. ഒരു സാധാരണ വിശ്വാസി നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന കർത്താവ് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് അങ്ങനെ ഒരു ഫോക്കസിൽ മാത്രമല്ല. ഈ അത്ഭുതങ്ങൾ അടയാളം അങ്ങനെ വിശ്വാസത്തോടെ സംഭവിക്കും. പക്ഷെ ആദ്യം അതിലെന്താ നോക്കണം, അതിൽ ചെന്നെത്താം. പക്ഷെ അതിന്റെ അടിസ്ഥാന വിശ്വാസത്തിന്റെ പ്രമാണം എന്തെന്നൊന്നും അറിഞ്ഞിരിക്കണം. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടത്. അപ്പൊ അത് ഞാൻ അതാണ് നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കി ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തണം. വചനാടിസ്ഥാനത്തിൽ വിശ്വാസത്തെ എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കാതെ മുമ്പിലേക്ക് പോലും വചനം ക്ലിയർ അല്ലാതെ, വ്യക്തതയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പലതും പറയുന്നു. അതൊക്കെ പലപ്പോഴും ഒരു ക്ലാരിറ്റി വരുന്നില്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിനകത്ത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന പ്രമാണം ചിലത് പറഞ്ഞാൽ മുമ്പിലേക്ക് പോകാം കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അത് എടുത്തിരിക്കുന്ന ഭാഗം റോമറാണ്. നൽകിയിരിക്കുന്ന റോമലേഖനമാണ്. അത് എളുപ്പമുള്ളൊരു പുസ്തകമല്ല. അപ്പോസ്തലൻ പൗലോസ് റോമാസഭയ്ക്ക് AD 58 കാലഘട്ടത്തിൽ എഴുതുന്ന ലേഖനമാണ്. റോം അതിശക്തമായ ക്രിസ്ത്യൻ ബെൽറ്റുള്ള ഒരു സ്ഥലമാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആദിമ സഭയിൽ ഒരുക്കപ്പെട്ട സ്ഥലം റോമാണ്, അറിയാം. അപ്പൊ അവിടെ നല്ലൊരു സമൂഹം വിശ്വാസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലും യഹൂദ ക്രിസ്ത്യാനികളാണ്. കാരണം യഹൂദന്മാർ ചേക്കേറി പാർത്തിരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് റോം. അവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തുടക്കം എന്നാണ് നമുക്ക് പറയാം. ആ ഒരു സഭയുടെ ആരംഭം എന്നൊക്കെ പറയാം. അവിടെ അങ്ങനെ പ്രബലമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അത് ഏറ്റവും പ്രധാനമായിട്ട് യഹൂദന്മാരാണ്. മറ്റു വിജാതികളുണ്ട്, യഹൂദന്മാരാണ് കൂടുതൽ. യഹൂദ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത ഓൾറെഡി അവരുടെ കയ്യിൽ തോറയുണ്ട്. മനസ്സിലായോ? പഞ്ചഗ്രന്ഥങ്ങൾ അവർക്ക് സുപരിചിതമാണ്. പ്രവചന പുസ്തകങ്ങൾ അവർക്ക് സുപരിചിതമാണ്. മശിഹയെ കുറിച്ചുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും അവർക്ക് ക്ലിയറാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് യേശുവിനെ കൊടുക്കുക പ്രയാസമല്ലെന്ന് നമുക്ക് തോന്നും. പൗലോസ് ഏറെക്കുറെ പ്രയാസപ്പെട്ടെങ്കിലും ഒത്തിരി യഹൂദന്മാർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നിരുന്നു. അപ്പൊ ഇതിനകത്ത് നിന്നുകൊണ്ട് പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിലാണ്. ഇവിടെ നിന്ന് സുവിശേഷം കൊരിന്തിൽ ഇദ്ദേഹം താമസമാക്കി അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോമാ സഭയ്ക്ക് കത്തെഴുതുകയാണ്. അതായത് നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി, അവരുടെ സ്വഭാവത്തെ പറ്റി, സുവിശേഷീകരണത്തെ പറ്റി എല്ലാം. ഇവാഞ്ചലൈസേഷൻ ഒരു പ്രത്യേക ടോപ്പിക്കാണ് റോമർക്കിന്റെ ലേഖനത്തിൽ. സുവിശേഷീകരണം, അതുപോലെ പാസ്റ്ററൽ കെയർ ഒരു പ്രത്യേക ടോപ്പിക്കാണ്. സഭയുടെ ഒരു ഒരുക്കം, എങ്ങനെ ജനത്തെ രൂപപ്പെടുത്തുന്നു, ഒരുമിപ്പിച്ച് നിർത്തുന്നു, ഐക്യത, ഇതെല്ലാം അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. മാത്രമല്ല അപ്പോളജറ്റിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അതായത് സഭാവിരുദ്ധമായ ആർഗ്യുമെന്റ്സ് ഒന്നാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ ഉണ്ടായി. അതായത് ടീച്ചിങ്സ് തെറ്റായി ക്രിസ്തുവിനെ വെച്ചുകൊണ്ട് തെറ്റായി പഠിപ്പിക്കുന്ന ഒത്തിരി ഹെരസീസ്, പാഷണ്ഡതകൾ, തെറ്റായ പഠിപ്പിക്കലുകൾ സഭയ്ക്കെതിരെ ഉണ്ടായി. ഇതിനെതിരെയും പ്രതികരിക്കേണ്ടത് അപ്പോസ്തലന്മാരായിരുന്നു. അങ്ങനെ ഒരു അപ്പോളജറ്റിക് ആർഗ്യുമെന്റ്സ് ആണെന്നുള്ളത്. ഇത് തെറ്റാണ്, ഈ ആർഗ്യുമെന്റ് തെറ്റാണ്, ഈ പഠനങ്ങൾ തെറ്റാണ്, ഇങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് ശരി പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ, രണ്ടാം നൂറ്റാണ്ടിൽ, 3ലും 4ലും 5ലും ആദ്യത്തെ ഏകദേശം 5 നൂറ്റാണ്ടുകളിലും ഇങ്ങനെയുള്ള തെറ്റായ ഹെററ്റിക് ടീച്ചിങ്സ് ഉണ്ടായിരുന്നു. അതിനെതിരെ സഭാ പിതാക്കന്മാർ ശക്തമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെയാണ് സഭയെ നിലനിർത്തി പോകുന്നത്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട 2-3 ആശയങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്.
അപ്പോഴത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തി ചെയ്യുന്നത് റോമർ 4-ാം അധ്യായത്തിനകത്ത് വിശ്വാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന പൗലോസിന്റെ വാക്കുകളാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത്? മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കകത്ത് പുസ്തകമില്ല, ബൈബിളില്ല, എഴുതപ്പെട്ട രേഖകൾ വളരെ കുറവാണ്. ഒത്തന്റിക് ടെക്സ്റ്റ് ഇല്ല. മനസ്സിലായോ? ആധികാരികമായിട്ട് ഇത് ആണ് ശരി, ഇത് തെറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇല്ല. അപ്പൊ ഈ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു അപ്പോസ്തലൻ വന്നിട്ട് ഈ നേരിട്ട് കണ്ട അപ്പോസ്തലന്മാരാണ് 12 പേര്. അതിൽ 11 പേരാണ് ക്ലിയർ ആയിട്ട് കണ്ടത്. അവരുടെ സുവിശേഷീകരണം അങ്ങോട്ട് നീങ്ങുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രബലമായി വന്നത് പൗലോസ്, അതിനുശേഷം അവരുടെ ശിഷ്യന്മാര്. ഇവരിൽ പലരുടെയും ടീച്ചിങ്സ് കറക്റ്റാണ്. പക്ഷെ ഇവരങ്ങോട്ട് മാറി മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവിടെ പുതിയ പുതിയ ടീച്ചിങ്സ് പലപ്പോഴും എഴുന്നേൽക്കാറുണ്ട്. അത് ഉള്ളിവെന്ന് പറയുന്നതാണ്. പലതും ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കത്തുകളൊക്കെ എഴുതപ്പെടുന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ ഈ കത്തെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതേ ടെക്സ്റ്റ്, അതേ വരികൾ, അതേ വാക്കുകൾ 2000-ലധികം വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ നിങ്ങളുടെ മുമ്പിൽ എത്ര പ്രാധാന്യത്തോടെ വരുന്നു എന്ന് നോക്കി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ എഴുതുമ്പോൾ പൗലോസിനെ പ്രേരിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ വചനം പറയാൻ ഇവിടെ നിർത്തുമ്പോൾ അതിന്റെ വ്യാഖ്യാനം കൂടെ തന്നാണ് നിർത്തുന്നത്. ഇന്ന് ഈ സഭയ്ക്കകത്ത് എന്താണ് ഈ ടെക്സ്റ്റിന്റെ ഒതന്റിസിറ്റി? എന്താണ് ഇത് നിന്നോട് സംസാരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ ടെക്സ്റ്റിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒട്ടും ഏറ്റക്കുറച്ചിൽ സംഭവിക്കാതെ ഇരട്ടി ശക്തി വരും. ഈ ടെക്സ്റ്റിനകത്ത്, ഈ അധ്യായത്തിനകത്ത് വിശ്വാസത്തിന്റെ പാഠങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കാം. നമുക്ക് ചില വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. റോമർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വചനം, റോമർ 4:3, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 4:5, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്നാമത്തെ വിശ്വാസത്തിന്റെ ആദ്യ പടി വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കും. അതായത് ദൈവം ഒരു വ്യക്തിയെ കൊള്ളാം, അല്ലെങ്കിൽ വിശ്വസ്തൻ, ഭക്തൻ, വിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ മകനായി ചേരുന്നതിന് അടിസ്ഥാനം നീതീകരണം എന്ന വാക്കിന് ഞാൻ വേറെ ഡെഫിനിഷനിൽ വളരെ സിമ്പിളായിട്ട് പറയാം. ദൈവത്തിന്റെ മകനായി, കൊള്ളാകുന്നവനായി, ഭക്തനായി, വിശ്വാസിയായി മാറ്റപ്പെടുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ദൈവിക പദ്ധതിക്കകത്ത് വരും? അടിസ്ഥാനത്വം ക്രിസ്ത്യാനിയുടെ പേരാണ്, പള്ളിയിൽ പേരാണ്, ആക്റ്റീവ് മെമ്പറാണ്, ഒരുപാട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, ഒരുപാട് പൈസ കൊടുക്കുന്നതാണ്. ഇതൊന്നുമല്ല പറഞ്ഞത് കേട്ടോ. അതൊന്നുമല്ല, പ്രവർത്തികളല്ല. വിശ്വാസത്താൽ ഒരു മനുഷ്യൻ നീതീകരണം പ്രാപിക്കും. കേട്ടോ, ഇത് നമ്മുടെ മനസ്സിലിരിക്കുന്ന അടിസ്ഥാന വിശ്വാസത്തിന്റെ പ്രമാണമാണ്. നിങ്ങൾ എന്തും പ്രവർത്തിച്ചാലും അത് ദൈവസന്നിധിയിൽ നീതീകരണത്തിനുള്ള അടിസ്ഥാനങ്ങളല്ല. നിങ്ങൾക്ക് എന്ത് ഗുണം പ്രവർത്തിക്കാം, പ്രസംഗിക്കുന്നു, നീതീകരണത്തിന്റെ അടിസ്ഥാനമല്ല. അല്ല, വിശ്വാസത്താൽ, ഒറ്റ വാക്കാണ്, വിശ്വാസത്താൽ മാത്രമേ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നീതീകരണം, ദൈവസന്നിധിയിൽ ഭക്തൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ എന്ന പദവിയിലേക്ക് നിങ്ങൾ ചെന്ന് കയറാൻ, രക്ഷയുടെ അളവിലേക്ക് ചെന്ന് കയറാൻ നിങ്ങൾക്കുണ്ടായ ഒരൊറ്റ ശക്തി വിശ്വാസം മാത്രമാണ്. വിശ്വാസം മാത്രമാണ്, പ്രവൃത്തി കാരണമല്ല. ഇത് പറയുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, യഹൂദന്മാരെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം, യഹൂദന്മാരെ സഭയെ നോക്കി ജനത്തെ നോക്കി പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം, നല്ല പ്രവൃത്തികൾ ചെയ്താൽ ദൈവത്തിന്റെ മകനാവും, ദൈവത്തിന്റെ മകനാവും. ഇതാണ് അവരുടെ ടീച്ചിങ്. അപ്പൊ നിങ്ങൾ പാപം ചെയ്യുന്ന ആൾക്കാരൊക്കെ ദൈവത്തിന്റെ മക്കളല്ല, അവർ പാപികളാണ്, അശുദ്ധരാണ്, തപ്പപ്പെട്ടവരാണ്. അപ്പൊ നമുക്കറിയാം, നോക്കിയിട്ട് കല്യാണം കൊള്ളുക, അവൾ പാപിയാണ്, അവൾ ദൈവസന്നിധി ഒരുപാട് അകന്നതാണ്, ദൈവത്തിന്റെ സന്നിധി നമുക്ക് പോകാനേ പറ്റില്ല. അങ്ങനെയാണ് ചുങ്കക്കാരൻ, അവൻ പാപിയാണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ദൈവസന്നിധി നീതീകരണം ഉണ്ടോ ഇല്ലയോ എങ്ങനെ വിധിക്കുന്നു? ഇവർ വിധിച്ചിരുന്നത് അവരുടെ ജോലിയോ അവരുടെ ശരീരമോ എങ്ങനെയാണ്? അവൻ പൂർവികമാകും, അല്ലെങ്കിൽ അവൻ ദൈവനീതി എങ്ങനെ വരും? അവൻ അകന്നവൻ, മുടന്തൻ, അവൻ അകന്നവൻ, കുഷ്ഠരോഗി, അവൻ ശുദ്ധൻ. ഇങ്ങനെ ശരീരമോ പണം നോക്കും, നിങ്ങളുടെ പണം നോക്കും, നിങ്ങളുടെ യാഗം നടത്താൻ വ്യക്തിയുടെ കപ്പാസിറ്റി പ്രാവാണോ
അവരുടെ പണം, അവരുടെ ശൈലം, കുടുംബ മഹിമ, സമൂഹത്തിലെ സ്റ്റാറ്റസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇവൻ നീതിമാനാണ്, ഇവൻ ഭക്തനാണ്, ഇവൻ ദൈവത്തിന് അടുത്ത ആളാണ്, ഇവൻ അകന്നാണ് ഇരിക്കുന്നത്. ഇതിനെതിരെ മനസ്സിലായോ? ഇവരുടെ കാലഘട്ടത്തിൽ ടോക്കുന്നതാണ്. സഭയ്ക്കകത്ത് യഹൂദന്മാർ കയറുമ്പോഴും ഇവരുടെ കണ്ണുമുള്ള ഇങ്ങനെയാണ്. അപ്പോഴും ഇവരുടെ കണ്ണിന് അന്ധത മാറിയില്ല. യേശു വിശ്വസിക്കുമ്പോഴും ഇവർ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തരെ കാണും. അപ്പൊ വിജാതീയ ആൾക്കാർ സഭയ്ക്കകത്ത് പാവപ്പെട്ട വിജാതീയ ആൾക്കാർ അവർ പള്ളിക്കകത്ത് കയറുമ്പോൾ അവരെ നോക്കുമ്പോൾ യഹൂദന്മാർ നോക്കുമ്പോൾ മ്ലേച്ഛരായി കാണുന്നു. ഇവരൊക്കെ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും, ഇവർ അശുദ്ധരാണ്, ഇവർ സർക്കംസിഷൻ നടന്നിട്ടില്ല, പരിചയം കുറെ കാര്യങ്ങൾ പറഞ്ഞ് അശുദ്ധരെന്ന് പറഞ്ഞ് തള്ളുന്നു. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ക്രിസ്തു ആരെയാണ് സെലക്ട് ചെയ്തത് ചോദിച്ചാൽ വിശ്വാസത്താലാണ് ഒരു വ്യക്തി സെലക്ട് ചെയ്യുന്നത്. അയാളുടെ പണം നോക്കുന്നില്ല, അയാളുടെ ആരോഗ്യം നോക്കുന്നില്ല, അയാളുടെ വിദ്യാഭ്യാസം നോക്കുന്നില്ല, കുടുംബ മഹിമ നോക്കുന്നില്ല, പാരമ്പര്യം നോക്കുന്നില്ല, സഭയുടെ പ്രവർത്തനങ്ങൾ നോക്കുന്നില്ല, ഒരുപാട് പണം കൊടുക്കുന്നു, യാതൊരു കാണിക്ക വെച്ചൊന്നും നോക്കുന്നില്ല. ക്രിസ്തു ഒന്നുമല്ല നോക്കുന്നത്, നിന്റെ ഉള്ളിനകത്ത് തട്ടിവരുന്ന ഒരു വിശ്വാസം. ഇത് പഠിപ്പിക്കുന്നത് അബ്രഹാം എടുത്തു വെച്ചിട്ടാണ്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇനി യഹൂദന്മാർ പഠിപ്പിച്ചിട്ട് അബ്രഹാമുമായി ചേർന്നിട്ടുള്ള ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് നടന്നത് കൊണ്ട് നീതിമാനായി. ഇങ്ങനെയാണ് കേട്ടോ. അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച് നടന്നത് കൊണ്ട് നീതിമാനായി. ശരിയാണോ? ശരിയാണ്, തെറ്റില്ല. അബ്രഹാമിനോട് ദൈവം എന്ത് പറഞ്ഞു അതൊക്കെ അബ്രഹാം അനുസരിച്ചു, അല്ലേ? ഭക്തനാണ്, അതുകൊണ്ടാണ് നീതിമാനായത്. അതുകൊണ്ട് അനുസരണം എന്നുള്ള വാക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് വിശ്വാസത്തിന് സംഭവില്ല. പൗലോസ് ക്ലാരിറ്റി വരും, നമ്മളത് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി പറയുന്നത്. ബയോളജിക്കലി നമ്മൾ അബ്രഹാമിന്റെ മക്കളല്ല, ബയോളജിക്കലി അല്ല. എന്നാൽ വിശ്വാസത്താലാണ് നമ്മൾ ഈ പഴയ നിയമത്തിനകത്തുള്ള വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഞാൻ അടുത്ത പോയിന്റ് പറയാം. അപ്പോ എങ്ങനെയാണ് അബ്രഹാം വിശ്വാസത്തെ വന്നത്? അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് മുമ്പ് അബ്രഹാം കൽദയരുടെ ദേശത്ത് അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. ശ്രദ്ധിക്കണം, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ നീതിമാനല്ല, ഈ മനുഷ്യൻ വിശ്വാസിയല്ല, ദൈവഭക്തനല്ല, ദൈവത്തിന്റെ പിന്നാലെ നടന്നവനല്ല. അന്യാരാധനയുടെയും അന്യവിഗ്രഹങ്ങളുടെ പിന്നാലെ നടന്നൊരു മനുഷ്യനെ വിളിച്ചു ദൈവം. അബ്രഹാമേ അമ്മ വിളിച്ച് അബ്രഹാമിനെ ദൈവത്തിന്റെ മകനാക്കി ചേർത്ത് ഞാൻ നിന്നെ കാണിക്കുവാൻ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അബ്രഹാം പോകുന്നു. അപ്പൊ മനസ്സിലാക്കുക, അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഏതെങ്കിലും നീതി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല. മനസ്സിലായി? ഇവിടെ കാണാം കൗണ്ടർ ആർഗ്യുമെന്റ്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഏതെങ്കിലും നീതി പ്രവൃത്തി കണ്ടിട്ട് കൊള്ളാം മോനെ വാടാന്നല്ല വിളിച്ചത്. നീ തെറ്റാണ് ചെയ്യുന്നതെങ്കിലും സാരല്ല, തന്നെ ഞാൻ വിളിക്കുന്നു. എന്നിട്ട് ആ വിളി, ആ ശബ്ദം അബ്രഹാം അക്സെപ്റ്റ് ചെയ്തു, വിശ്വസിച്ചു. ഏകോരശരി വീട് നാട് വിട്ടുറഞ്ഞ് കിടന്നു നടന്നു. മനസ്സിലായി? അവിടെ വേറെ ഒന്നും സംഭവിച്ചു. ഒരു അശരി, ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തട്ടിയ ഒരു ശബ്ദം, ഇറങ്ങി പോകാൻ പറയുന്നു, ഇറങ്ങി നടക്കുന്നു. മോനെ കൊണ്ട് യാത്ര പറഞ്ഞു. ഇങ്ങനെ ഒരു അനുസരണത്തിന്റെ പാതയിൽ മനുഷ്യൻ നടക്കുന്നത് വിശ്വാസത്താലാണ്, അല്ലാതെ പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല. പിന്നീടാണ് അദ്ദേഹം പരിച്ഛേദന ലഭിക്കുന്നത്. പരിച്ഛേദന ഏറ്റതുകൊണ്ടല്ല. യഹൂദന്മാർ പറയുന്നത് പരിച്ഛേദനയാണ് അടിസ്ഥാനമാണ്. പരിച്ഛേദന നടത്തിയാലും ദൈവത്തിന്റെ മകനാവുകയാണ് ഇവിടെ ആർഗ്യുമെന്റ്. അതുകൊണ്ട് വിജാതിയായി പള്ളിക്കാർ എല്ലാവരും പരിച്ഛേദന നടത്തണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ പൗലോസ് പറയുന്നത് അതൊന്നുമല്ല അടിസ്ഥാനം. അബ്രഹാം പരിച്ഛേദന ഏറ്റത് കാലങ്ങൾക്ക് ശേഷമാണ്. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് പരിച്ഛേദനയ്ക്ക് മുമ്പാണ്. അവൻ തെറ്റിൽ അറിയുന്നപ്പോഴാണ്. ആ വാക്ക് വിശ്വസിച്ച് ചേർന്നപ്പോൾ ദൈവം അവനെ സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ക്രിസ്തീയ സഭ യഹൂദന്മാരോട് പറയുന്നു, ക്രിസ്തീയ സഭയ്ക്കകത്ത് നീ വന്നു കഴിഞ്ഞാൽ നിന്റെ സർക്കംസിഷൻ പരിച്ഛേദന അതിന് യോഗ്യമായ ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കിടുന്നില്ല. നിന്റെ പ്രവൃത്തികളോ നിന്റെ പണമോ നിന്റെ ആഡംബരങ്ങളോ നീ ചെയ്ത ഒരു നീതി പ്രവൃത്തിയും ദൈവം നോക്കിയിട്ടല്ല. ചുമ്മാ നടക്കണം. നിന്നെ വിളിച്ചിട്ട് വാ, എന്നെ അനുഗമിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, സ്വർഗ്ഗരാജ്യം ചുമ്മാ പറഞ്ഞപ്പോ എന്നോട് വന്നോ എന്നെ വിളിച്ചു കയറ്റി. എന്തെങ്കിലും നീതി പ്രവൃത്തി അതിനകത്തില്ല. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന പാഠം. ഇത് നിങ്ങളുടെ തലയ്ക്കകത്ത് ഉറച്ച് വിശ്വസിക്കണം. ഞാൻ ഈ പറഞ്ഞത് എത്രമാത്രം നിങ്ങളുടെ മനസ്സിനകത്ത് ഉറക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇത് ചുമ്മാ പറയണം. എന്റെ പ്രവൃത്തി കാരണമല്ല, എന്റെ വിശ്വാസം കാരണം, എന്റെ വിശുദ്ധി കാരണമല്ല, ഞാൻ എന്തെങ്കിലും സമയം ചെയ്തതുകൊണ്ടല്ല, ഞാൻ ആരെങ്കിലും സഹായിച്ചതുകൊണ്ടല്ല, ഞാൻ നല്ലവരെ നടന്നതുകൊണ്ടല്ല. എന്റെ ദൈവം എന്നെ സ്വീകരിക്കുന്നത് യേശു രക്ഷകനെന്ന് എന്റെ ഉള്ളം തട്ടി ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു. ഒറ്റവാക്ക്, കർത്താവേ നീ എന്റെ രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുമ്മാ പറയണേ.
ചുമ്മാ ഇങ്ങനെ പറയണം, പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പറയണം, പറഞ്ഞ് 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 ഇത് പദം വരണം കേട്ടോ. പ്രാർത്ഥിക്കാൻ സമയത്ത് അത് തന്നെ ഇത് തന്നെ അത് സംഭവിക്കുന്ന വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസം ദൈവമാണ് വർദ്ധിപ്പിച്ച് തരേണ്ടത്. അതിന് അടിസ്ഥാനത്തിൽ വരേണ്ടത് ഞാനെന്ന വ്യക്തിയുടെയോ എന്റെ കുടുംബത്തിന്റെയോ എന്റെ പാരമ്പര്യത്തിന്റെയോ കണക്കിലല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്, മറിച്ച് എന്റെ വിശ്വാസത്താലാണ്. അതുകൊണ്ട് യേശുവിൽ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങേ എന്റെ രക്ഷകനെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾ ക്രൂശിലെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ച് തരണമേ. ഇത് പറയണം കേട്ടോ. ഇത് അടിസ്ഥാനത്തിൽ ഇനി നിങ്ങളുടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ശരിയാവോ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യൻ നീതിമാനാവോ? ദൈവത്തിന്റെ ഭക്തനായി തീരുമോ? ദൈവിക പദ്ധതിക്കകത്ത് വരുമോ? ഇത് പറഞ്ഞ് വിശ്വസിക്കുമ്പോഴും ഒരു കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന റോമർക്ക് ലേഖനം 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ. വിശ്വാസം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? കേൾക്കുന്നതിലൂടെയാണ്. വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? കേൾക്കുന്നതിലൂടെയാണ്. ഇതും നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് കേൾക്കുന്നതിലൂടെയാണ്. അത്ഭുതം കണ്ട വിശ്വസിക്കുമോ? അത്ഭുതം കണ്ട വിശ്വാസം വർദ്ധിക്കുമോ? ചിലരെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അത്ഭുതങ്ങൾ കണ്ടാൽ, അടയാളങ്ങൾ കണ്ടാൽ വിശ്വാസം വർദ്ധിച്ചു വരും. ഒരു നിമിഷത്തിൽ വരും, 2 ദിവസം കാണും, 5 ദിവസം കാണും, 10 ദിവസം കാണും. ചില ദിവസങ്ങളിൽ ഒരു അത്ഭുതത്തിലൂടെ നിങ്ങളിൽ വിശ്വാസം എടുക്കും. നിങ്ങൾ ആവേശമായിരിക്കും. ഒരു പ്രാർത്ഥനയെ കാണും, പിന്നീട് ക്രമേണ തീരും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇസ്രായേൽ മക്കൾ ഏറ്റവും കൂടുതൽ അത്ഭുതം കണ്ട ജനം. അവർ വെള്ളത്തിൽ പോയി. പത്രോസ് അത്ഭുതം കണ്ട ഒരു മനുഷ്യനാണ്. യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം, യേശുക്രിസ്തു മരിച്ച് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് കഴിയുന്ന സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി അദ്ദേഹം പോയി, ഇനി ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോയില്ലേ? എത്രയോ അത്ഭുതങ്ങൾ കണ്ട മനുഷ്യനാണ്, എത്രയോ അടയാളങ്ങൾ കണ്ട മനുഷ്യൻ. പിന്നത്തേക്കാൾ പോയി അത്ഭുതങ്ങളും അടയാളം കണ്ട ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ വളരില്ല. അങ്ങനെ വിശ്വസിക്കരുത്. അത് അബദ്ധമാണ്, അത് തെറ്റാണ്. മനസ്സിലാകാൻ ഇന്നലെ പറഞ്ഞത്, നമുക്കൊരു ആവശ്യം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയതെല്ലാം ആവശ്യത്തിൽ പെട്ടെന്ന് ഒരു സഹായം കിട്ടുന്ന സൗഖ്യം കിട്ടുന്ന മേഖലകളിൽ ഉടനെ പറഞ്ഞില്ല. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ല. കാരണം ആ സമയത്ത് ഒരു സാധനം കിട്ടും. ഇന്നുണ്ട് നല്ല നിങ്ങൾ വാങ്ങി നല്ല സന്തോഷത്തോടെ ആരെങ്കിലും നല്ല. പക്ഷേ നാളെ ഫ്യൂച്ചറിൽ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിന്റെ വിശ്വാസ വർധനവിന് അത് ഒരു സഹായമായിരിക്കില്ല. ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം. ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോയ ആൾക്കാര്, സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോയ ആൾക്കാര്, കൂടെ നടന്ന് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് കൂടെ നടന്നിട്ട് എല്ലാം ശരിയാവുമ്പോൾ തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ നടക്കുന്ന ആൾക്കാർ എനിക്കറിയാം. വിശ്വാസത്തിൽ നിലനിൽക്കില്ല. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാൽ ഇത് 100% നിങ്ങൾ വിശ്വസിക്കണം. കേൾവിയാൽ അല്ലാതെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരില്ല. കേട്ട് വചനം കേട്ട് അത് അടിസ്ഥാനമാണ്, വചനാടിസ്ഥാനമാണ്. കർത്താവ് വച്ചിരിക്കുന്നു, വേറെ ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ എത്രമാത്രം വചനം കേൾക്കുമോ അത്രയും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ മറ്റൊരു സമയത്ത് ചില സഹോദരങ്ങൾ ഇരിപ്പുണ്ട്. ഇവിടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ സാക്ഷ്യങ്ങൾക്ക് അകത്തുള്ള കറക്ഷൻ എന്ന് പറയുന്നത് കഷ്ടമില്ലാത്തതുമല്ല, പ്രശ്നത്തിൽ നിന്ന് ദൈവം വിടുവിക്കാത്തതുമല്ല. അത്ഭുതങ്ങൾ കണ്ട സഹോദരങ്ങൾ ഇരിപ്പുണ്ട്, അടയാളങ്ങൾ കണ്ടുപിടിപ്പുണ്ട്. പക്ഷേ അവരിപ്പോഴും ഈ എത്ര ദൂരെയായിരുന്നു ചില സഹോദരങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രശ്നം എവിടെയും വരും. അവർ പറയുന്ന ഒരു കാര്യം, വചനം കേൾക്കുന്നതിനനുസരിച്ച് എന്റെ ജീവിതം വിശ്വാസത്തിൽ വളരെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ സന്തോഷം ആസ്വദിക്കാൻ കഴിയാതെ നമ്മൾ ജീവിക്കുന്നത്. വചനം കേൾക്കുന്നതനുസരിച്ച് നിങ്ങൾ ഒരു പവർ വർദ്ധിക്കാൻ തുടങ്ങും. വിശ്വാസത്തിന്റെ പവർ ഇത് എനിക്കും എടുത്ത് കൈ തരാൻ പറ്റില്ല. ഇത് കേട്ടിട്ട് വരുമ്പോൾ വരും, കയറി വരുന്ന അറിയാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്തുകൾ. പിന്നെ നിങ്ങൾക്ക് ഇത് മാറാൻ പറ്റാതെ ഒരു വല്ലാത്ത ഒരു സന്തോഷ ലോകത്തിൽ നിങ്ങൾ ചെല്ലുകയും അവിടെയാണ് വിശ്വാസത്തിന്റെ വളർച്ച ആരംഭിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങളിൽ തന്നെ സംഭവിക്കുക. ദൈവം നിങ്ങളിൽ വച്ച് തരുന്ന നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടല്ല. ഈ കേൾവി നിങ്ങൾ പവർ ആവുകയും അങ്ങനെ വിശ്വാസത്തെ വളരെ കേൾവിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എഫേസ്യരുടെ ലേഖനം 2-ാം അധ്യായം എടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു. എഫേസ്യർ 2:8-9 വാക്യങ്ങളിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമില്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഇവിടെ പറയുന്നതാണ്. ഇതിന്റെ കൗണ്ടറിൽ വേറെ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ, വിശ്വാസിയാണെങ്കിൽ അതിന്
നിങ്ങളുടെ കഴിവ് എടുക്കുന്നില്ല, ദൈവത്തിന്റെ ദാനം. ഞാൻ വിശ്വാസത്തോടെ ഒരു വാക്ക് പറയുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥന വളർത്തുന്നത് സംഭവിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ എനിക്ക് സംഭവിക്കുന്നുവെങ്കിൽ, അത് എനിക്ക് പ്രശംസിക്കുവാൻ എന്റെ കയ്യിൽ ഒരു ഗുണവുമില്ല. ചുമ്മാ ഫ്രീ ആയിട്ട് ദാനമാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഇനി വിശ്വാസത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ചേർത്ത് വെച്ചാലേ ക്ലിയർ ആവും. വിശ്വാസം ഒരു കാര്യം ചേർത്ത് വെക്കണം. ഗലാത്യർക്ക് 2-ാം അധ്യായം 20-ാം വചനം, ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഗത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തലയിപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഇതിനകത്ത് പറയുന്നു, അതായത് ഞാൻ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു. ഇതില് ഞാൻ ജീവിക്കുന്നത് ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു. മനസ്സിലായോ? ഞാൻ ജീവിക്കുന്നത് ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നു. എന്റെ ജീവന്റെ തുടിപ്പ്, ഞാൻ നടക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ നിൽക്കുന്നത്, ജോലി ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ്. പൗലോസ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ആ വാക്യത്തിന് മുമ്പ് വായിക്കാം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. കേട്ടോ? അതുകൊണ്ട് മനസ്സിലാക്കുക. ഇനി ഇപ്പോ ഞാൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടു, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോ എന്നിലിരിക്കുന്ന ജീവൻ ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ളതാണ്. ക്ലിയർ ആക്കി തരാം. അതായത് ജീവിക്കുന്നു, ഒരു വിശ്വാസി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറയും, ഞാനല്ല ജീവിക്കുന്നത്, ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയും. ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് നിൽക്കുന്ന പ്രമാണം. ഈ പ്രമാണം പിടികിട്ടാതെ നിങ്ങൾ വിശ്വാസത്തോടെ ബലപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഈ പ്രമാണം പിടികിട്ടാതെ നിങ്ങൾ എത്ര വിശ്വാസത്തോടെ വലിയ വാക്കുകൾ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. എന്താ വിശ്വാസം? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. ഞാൻ പഞ്ചാബിൽ ചെന്ന് മിഷൻ ഫീൽഡിൽ ആദ്യമായിട്ട് ഒരു വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ സെമിനാരിലേക്ക് പഠിച്ച്, ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചതാണ്. 4 വർഷം ഒരുപാട് വായിച്ച്, ഈ വായന ക്രൈസായി അവരിഷ്ടം യാത്ര ചെയ്യാൻ നമ്മളൊക്കെ വായിച്ച് ഒരുപാട് അറിവൊക്കെ നേടി നാട്ടിൽ വന്ന് പ്രസംഗിക്കാം. പ്രസംഗം ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പ്രസംഗിക്കാം എന്ന് ആസ്വദിച്ച് ഒരുപാട് വായിച്ച് പഠിച്ച് വച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് തിരുമേനി ഡിസിഷൻ എടുത്തു, ഈ വർഷം എല്ലാവരും മിഷൻ ഫീൽഡിലോട്ട് പറഞ്ഞു. അപ്പോൾ എന്നെ പഞ്ചാബിലുള്ള പോസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ചു, തിരികെ നമ്മൾ പോവാം. അങ്ങനെ ഞാൻ കുടുംബമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് ഒരു ബാഗ് കുറച്ച് ബുക്കുമായിട്ടാണ് മിഷൻ ഫീൽഡിൽ പോണത്. കാരണം അവിടെ ചെന്ന് വായിക്കണം, പ്രസംഗിക്കണം, എനിക്ക് അറിവില്ല മിഷൻ ഫീൽഡ് എന്താണെന്ന്, ശുശ്രൂഷ എന്താണെന്ന് എനിക്കറിയില്ല, ചില പറഞ്ഞു കേൾവികൾ മാത്രം. അങ്ങനെ അവിടെ ചെന്നു. പള്ളിയില്ല, നമുക്കന്ന് സെന്ററോ പള്ളിയോ ഒന്നുമില്ല. സൗത്ത് പഞ്ചാബില് ഒരു വാടക വീട്ടിൽ പുറകിൽ താമസിക്കുന്നു. ഒരു വീടിന്റെ മുമ്പിൽ 5-6 പിള്ളേരുടെ സ്ത്രീകളിൽ കൊണ്ട് ആദ്യമായിട്ട് സുവിശേഷം പറയാൻ നിൽക്കുകയാണ്. അപ്പൊ നിന്നപ്പോ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. യേശുവിനെ പറ്റി ABC അറിവുള്ള കുറേണ്ണം മുന്നിരിക്കുന്നത്. ഞാൻ പഠിച്ചു വെച്ച ദൈവശാസ്ത്രമോ വായിച്ചു കൂട്ടിയ പഠനമോ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഒരു നഴ്സറി ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ വേണ്ട, അവിടെ അവരോട് സുവിശേഷം പറയാം. പക്ഷെ എനിക്ക് കൂടിപ്പോയിട്ട് കുഴപ്പമാണെങ്കിൽ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തോന്ന് പറഞ്ഞ ആകെ അങ്കലത്തിലാണ്. പിന്നെ എവിടെ നിന്നൊക്കെ അഭിപ്രായം യേശു കർത്താവെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയും. പറഞ്ഞു തീർന്നിട്ട് ഈ ജനങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ, ചുമ്മാ പ്രാർത്ഥിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരും എന്നോ. അപ്പോ ഒരു സിഖ് സ്ത്രീ, പഞ്ചാബ് സിഖ് സ്ത്രീ എന്നെക്കാളും ഉയരപ്പെടും, അവർ മുമ്പിലേക്ക് വന്നു. എനിക്ക് പേടിയും. ആദ്യമായിട്ടാണ് ഒരാളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോ എൻ്റെ കൂടെ ഒരു ലോക്കൽ മുസ്ലിം സഹോദരനുണ്ട്. അപ്പൊ അദ്ദേഹം പ്രശ്നമൊക്കെ ചോദിച്ചു, പഞ്ചാബി ഭാഷ ചോദിച്ചു, അവരുടെ ശരീരം ഭയങ്കര വേദന എന്നൊക്കെ പറയുന്ന മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് പേടിച്ച് എന്ത് സംഭവിക്കുന്ന എനിക്കറിയുമ്പോൾ ഞാൻ അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കും, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തിലുള്ള ഈ വേദനയെല്ലാം മാറിപ്പോകും. ഇവർ തെളിച്ച് എൻ്റെ മുകളിലേക്ക് പോയി. ഞാൻ ആകെ പഠിച്ചു, ഞാൻ ഉറച്ചു, ഇവരെക്കാളും മരിച്ചു പോയി. എന്ത് സംഭവിക്കും എനിക്കൊന്നും അറിയുള്ളൂ. പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടാണ് വെള്ളം നിറച്ച് എണീപ്പിക്കാതെ എങ്കിലും ഒന്നും പ്രാർത്ഥിച്ചു. അവരെ മുഖം തൊഴിച്ചു, ചാടിയിട്ട് എനിക്ക് സുഖമായി. ഞാൻ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു. എൻ്റെ നെഞ്ചിൽ പപ്പഴി മാറിയിട്ടുണ്ട്. ഇതെന്ത് സംഭവിച്ചത് എനിക്കൊരു പിടിയില്ല. ഞാൻ പേടിയോടെ വിറയോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി മുട്ടുകുത്തി കർത്താവിനെ ഉള്ളിത്തട്ടി വിളിച്ചത്.
ഉള്ളിൽ തട്ടി വിളിച്ചത് എന്താ സംഭവിച്ച കർത്താവേ? കർത്താവ് എനിക്കൊരു വ്യക്തമായ ഒരു മുന്നറിയിപ്പ്, നീ അല്ല, മനസ്സിലായോ? നീ അല്ല അവിടെ നിന്നത്, നിൽക്കണോ നീയല്ല, നിന്നിലൂടെ ഞാൻ അത്രേ. നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിന്നാൽ അത് സംഭവിക്കും. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളൊന്നുമല്ല. അതൊക്കെ ചുമ്മാണ്. നമ്മൾ വലിയ ആളോട് കാണിച്ച് പഠിച്ച് 10 ദിവസം കാണിച്ച് തകർത്താൽ എന്റെ ചിന്ത തെറ്റിദ്ധാരണ വളരെ നല്ലതാണ്. ഞാൻ പഠിക്കും, ഇപ്പോഴും പഠിക്കും, അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ശരിക്കും വ്യാപരിക്കുന്ന ദൈവമാണ്. ഞാൻ എന്ന് എന്നെ താഴ്ത്തുന്നുവോ, ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ, ഞാൻ എന്ന് എന്നെ താഴ്ത്തുന്നുവോ അന്ന് ക്രിസ്തു എന്നിൽ വളരും. ഞാൻ എന്ന് മനസ്സിലാക്കും കർത്താവ് എന്റെ കഴിവോ, എന്റെ വിദ്യാഭ്യാസം, എന്റെ മഹത്വമോ, എന്റെ പേരോ അല്ലെങ്കിൽ എന്റെ മിടുക്കോ ഒന്നുമല്ലപ്പ, നീ മാത്രം വലിയെന്ന് പറഞ്ഞ് ഞാൻ എന്നെ താഴ്ത്തി ക്രൂശിച്ച്, കാരണം അവാക്കാണ് പറഞ്ഞു, ക്രൂശിച്ച് തോറ്റ് നശിച്ച് മുറിവേറ്റ് ക്രൂശിതനായി എഴുന്നേക്കാൻ പറ്റുന്നതിന് തകരുന്നു. അന്ന് ക്രിസ്തു എണീറ്റ് നിൽക്കും. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഇവിടെ സംഭവിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ സംഭവിക്കും. പക്ഷെ ഞാൻ നഷ്ടത്തിൽ നിന്നാലോ എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ മെടുക്ക് അതൊന്നും ചെയ്യില്ല. അതൊന്നും ചെയ്യും. ആരുടെ തൊടില്ല. ചില കൊള്ളാതെ പറയും, അല്ലെങ്കിൽ പറയും, അതിലപ്പുറം ഒന്നും ചലിക്കില്ല. മനസ്സിലായോ? എല്ലാ സമസ്ത മേഖലകളിലും ഈ ചിന്തയാണ് പറയുന്നത്. നിങ്ങൾ പറയാം, ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ. ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ ഈ ബോധം ഇതിലേക്ക് വരണമെങ്കിൽ ഞാനെന്ന ഭാവം തീരും, എന്റെ കഴിവൊക്കെ തീരും, എന്റെ പേര് തീരും, എന്റെ വിദ്യാഭ്യാസം ആ ചിന്തയെ പോകും. ഞാൻ എന്നെ ക്രൂശിച്ചു, ഞാനെന്ന വാക്ക് ക്രൂശിച്ചു. എന്ത് ചെയ്ത ഞാൻ ചെയ്തു, ഞാനില്ലെങ്കിൽ കാണാനും ഞാനാണ് ഈ സ്ഥാനമല്ല, ഇതൊക്കെ പോകും. കർത്താവിന്റെ കൃപയിൽ കർത്താവ് തന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. ഞാനല്ല, ഒരു മാസം ഒരിക്കലും കിടന്നു എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നുപോയി. ഈ പ്രസംഗമൊക്കെ തുടങ്ങിയ ശേഷം ഒരു മാസം. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത മാസം കുറെ പ്രസംഗം കൺവെൻഷനെ കൊടുക്കും. അപ്പൊ ഞാൻ എന്റെ ഭയങ്കര പേടി, എനിക്ക് എണീക്കും, ശരീരം എന്നെ വേദനയായി കിടപ്പായി. അപ്പൊ എനിക്ക് ഞാൻ എണീക്കൂ, എനിക്ക് ഉറപ്പില്ല, എന്റെ ജീവിതം തീർന്നു, എന്റെ ശുശ്രൂഷയ്ക്ക് അവസാനിച്ചോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കൽ ഭാരപ്പെട്ട് ടെൻഷനാണ്. കാരണം അടുത്ത മാസം ഈ പ്രോഗ്രാം കഴിയുകയും ചെയ്യും. ആൾക്കാർ നോട്ടീസിൽ വേഗം വെച്ചോ ചെയ്യും. എന്ത് ഇങ്ങനെ ടെൻഷനാണ്, എന്റെ ഉള്ളിൽ ടെൻഷൻ. ഞാൻ ദൈവത്തെ ടെൻഷനിൽ സങ്കടം പറയുന്നു, ടെൻഷൻ പറഞ്ഞ കാര്യമില്ല, പക്ഷെ ടെൻഷനിലാണ് സങ്കടം പറയുന്നത്. കർത്താവിന്റെ ദൂത് മിണ്ടാതെ അവിടെ കിടക്കണം, അതാണ് മിണ്ടാതെ മര്യാദയ്ക്ക് അവിടെ കിടക്കുന്നത്. നീ അല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ഞാനല്ലേ, പിന്നെ നീ എന്തിനാണ് ഞാൻ പറയുന്നത്? മിണ്ടാതെ കിടക്കുന്നത്. വചനമെടുത്ത് പഠിക്കും. ആ കിടക്കയിൽ 30 ദിവസം കറക്റ്റാണ്, 30 ദിവസം ഞാൻ എന്റെ വചനത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഒരു പരിപാടി കിടക്കയാണ്, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം പഠിക്കുന്നു. കർത്താവ് ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കും. ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. 30 ദിവസം വരെ ഞാൻ എഴുന്നേൽക്കും, പൂർണ്ണ ആനന്ദത്തോടെ ഞാൻ എഴുന്നേൽക്കും. ശുശ്രൂഷയിൽ ആ കാലഘട്ടത്തിൽ ദൈവം എന്നോട് സംസാരിച്ച അതിശക്തമായിട്ടാണ്. ഞാനല്ല എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ടായി. ഞാനല്ല, ഒരു മേഖലയിൽ നമ്മളല്ലെന്ന് പഠിപ്പിക്കാനോ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. ഇത് അതായത് ഞാനെന്ന ചിന്ത, ഞാൻ ചെയ്യുമ്പോൾ അത് സൂപ്പറാകും, ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ഇങ്ങനെ കാണാമായിരുന്നു, ഞാനായി ഇങ്ങനെ, ഞാനാണെന്ന് നീ ചിന്തിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് വിചാരിക്കുകയാണ്. എന്നാണോ നീ ക്രൂശിക്കപ്പെടുന്നത്, അന്ന് ക്രിസ്തു നിന്നിൽ വളരും. ക്രിസ്തുവാണ് വിശ്വാസത്തിന്റെ നാഥൻ, പൂർത്തീകരിക്കുന്നവൻ അവൻ ചെയ്യും. മനസ്സിലായി? പ്രിയ സഹോദരങ്ങൾ, ഇത് വലിയ വിഷയമാണ്. ഇത് വലിയ വിഷയം. ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുടെയും വചനാടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. നമ്മൾ തീരുമ്പോൾ ക്രിസ്തു വളരും. ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു, സിമ്പിളായിട്ട് പറയാം, ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു, നീ വളരെ മോശമായിട്ട് പെരുമാറി, നോക്കപ്പെടും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര മോശമായിട്ട് പെരുമാറി ചെയ്ത തിരിച്ച് പറയാൻ സമൂഹത്തിനുമുണ്ട്, ആരോഗ്യമുണ്ട്, ശബ്ദമുണ്ട്, അവരുടെ എല്ലാ കപ്പാസിറ്റി കൊണ്ട് തിരിച്ചു പറയും. 2 കൊടുത്തിട്ടേ പോകും. അപ്പോഴാണ് കർത്താവ് വിളിക്കുന്നത്, നീ മരിച്ചിരിക്കുന്നത്, നീ എന്നെ തന്നെ ക്രൂശിച്ചിട്ട് എന്നെ വളർത്തി വെച്ചിരിക്കുന്നത്.
അപ്പൊ നീ മരിച്ചു, നീ ക്രൂശിക്കപ്പെട്ടു. ചോദ്യം, ശാപം തിരിച്ചു ചീത്ത വിളിക്കോ? ക്രൂശിച്ചത് ശാപമാണ്. ശാപം മരിച്ചു, ഞാൻ മരിച്ചു, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഞാൻ എന്ന മരിച്ച ഡെഡ് ബോഡി എങ്ങനെ എന്നെ ചീത്ത വിളിച്ചവനെ തിരിച്ച് ചീത്ത വിളിക്കും? എങ്ങനെ പ്രതികരിക്കും? മനസ്സിലായോ? ഇതാണ് സിമ്പിൾ. ഞാൻ മരിച്ചു, അതുകൊണ്ട് എന്നെ ഒരു ചിലർ തളിച്ചാൽ മറുചിലർ അഴിക്കാനേ പറ്റും. തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഇല്ല. ഞാൻ മരിച്ചിരിക്കണമെന്ന് തിരിച്ചു പറയുന്നത് നാക്കെടുക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചുപോയി. പ്രിയ സഹോദരൻ, ഇവിടെയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം തെറ്റിയത്. വേദപുസ്തക ശാസ്ത്രം തെറ്റി, പഠനങ്ങൾ തെറ്റിപ്പോയി. വിശ്വാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാതെ അത്ഭുതം വിശ്വാസത്താൽ കിട്ടും, വിശ്വാസത്താൽ കിട്ടും, ചാടിക്കൊണ്ട് നടക്കണം. മനസ്സിലായോ? അടിസ്ഥാന തത്വം ഇതാണ്. നീ നിന്നെ തന്നെ ക്രൂശിക്കാതെ ക്രിസ്തു നിന്നിൽ വരില്ല. വിശ്വാസത്തിനായാലും പൂർത്തി വരുന്നതായ ക്രിസ്തു നിന്നിൽ വളരുമ്പോൾ മാത്രമേ വിശ്വാസത്താൽ എന്തെങ്കിലും സംഭവിക്കൂ. വിശ്വാസം ക്രിസ്തുവിലാണ് വിശ്വാസം. കർത്താവ് എന്നിൽ ഉണ്ടെന്ന വിശ്വാസം. അത് ഞാൻ തോൽക്കുന്നിടത്ത് ക്രിസ്തു വളരും. മനസ്സിലായോ? ഇങ്ങനെ തോൽക്കാൻ സ്ഥലം കിട്ടുന്നിടത്തെല്ലാം തോൽക്കും. ചീത്ത വിളി കേട്ടതെല്ലാം എല്ലാം നീയാണല്ലോ, നിന്നെയാണല്ലോ വിളിച്ചത്. ഞാൻ മരിച്ചിരിക്കരുത്. നിന്നെയാണല്ലോ അടിച്ചത്, നിന്നെയാണല്ലോ പരിഹസിച്ചത്, നിന്നെയാണല്ലോ വേദനിച്ചത്. പിന്നെ നിങ്ങൾക്ക് വേദനിക്കുന്നേ എന്തുകൊണ്ട്? എനിക്ക് വേദനിക്കുന്നു വല്ലതുപോലെ പറയുമോ? ഞാൻ എന്നെ പറഞ്ഞോളാം. അതിന്റെ ചോദ്യം കർത്താവ് എന്നെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് ആ വിശ്വാസം പോയി. എന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ല. അതാ ക്രിസ്തുവിന്റെ ടീച്ചിങ്സ് കംപ്ലീറ്റ് ആണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് പോയി, പഴയത് പോയി. ഗോതമ്പ് നിലത്ത് വീണി ചാകുകയാണെങ്കിൽ ചത്തുവെങ്കിലും വലിയ വിളവുണ്ടാവും. വിളവിതാണ്, ക്രിസ്തുവാണ് വിളവ്. നീ ഞാനൊന്നും വിളവ്, ക്രിസ്തുവാണ്. മനസ്സിലായോ? ഇതാണ് അടിസ്ഥാന പ്രമാണം. ഇതിനു വേണ്ടി ഇതിന് കൃപ കാണിക്കും. പ്രതികരിക്കാതെയും സഹനമെടുക്കാനും ത്യാഗമെടുക്കാനും കർത്താവിന് വേണ്ടി സ്വയം ക്രൂശിക്കപ്പെടാനും അപ്പൊ എന്നെ സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, പൊറുക്കാനൊക്കെ പറ്റും. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന തത്വമാണ് കേട്ടോ. അടുത്ത വാക്കുകളെ വായിച്ചത് ഈ ഭാഗം അവസാനിപ്പിക്കാം. യാക്കോബ് 2:26 ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരുന്നു പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരുന്നു. പ്രവൃത്തിയില്ലാത്ത പ്രവൃത്തി ഇവിടെ പ്രവർത്തിക്കാതെ പ്രവൃത്തി ക്രിസ്തു നിന്നിലിരുന്ന് പ്രവർത്തിക്കുന്നതാണ് പ്രവൃത്തി. ക്രിസ്തു നിന്നിലാകുമ്പോ നിന്നിൽ നിന്ന് സംഭവിക്കുന്ന വിനയം, താഴ്മ, സൗമ്യത, സഹനം ഉണ്ടാകുന്നത്, ചീത്ത വിളിക്കൽ, ഇതാണ് പ്രവൃത്തി. അല്ലാതെ നിങ്ങൾ പള്ളി വയ്ക്കുന്നോ വീട് വയ്ക്കുന്നോ പൈസ കൊടുക്കുന്നോ അല്ല. മനസ്സിലായോ? നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തു എന്നിലിരുന്ന് പ്രവർത്തിക്കണം, ഞാൻ മരിക്കണം. ആ പ്രവൃത്തി സംഭവമാണ്. പൊട്ടനെ പോലെ ചീത്ത വിളിച്ചപ്പോ ആ പ്രവൃത്തി, അതാ ആ പ്രവൃത്തി സമൂഹം കണ്ടിട്ട് നിന്നെ പുച്ഛിക്കരുത്. നീ പോഷൻ എന്ന് പറയട്ടെ, പ്രതികരിക്കാൻ കഴിയില്ലെന്ന് പറയട്ടെ. അപ്പോ ആ പ്രവൃത്തിക്കകത്ത് ദൈവം വരും, കർത്താവ് വരും. നാളെ നീ മുട്ടുകുത്തിയാൽ അത് സംഭവിക്കും. കാരണം നിനക്ക് ക്രിസ്തുവല്ലേ പടന്ന് നിൽക്കുന്നത്. നീ പോയില്ലേ? ആ നീ എഴുന്നേറ്റ് നിന്നാ മതി, സംഭവിക്കുന്നത് വിശ്വാസത്തോടെ പറഞ്ഞാൽ സംഭവിക്കും. അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അടുക്കൽ വന്നത്. മനസ്സിലായി? എന്നെ തേടി വിണ്ണകരം വിട്ടോടി വന്നവനേ, എന്റെ പാപ ശാപമകറ്റാൻ ജീവനെ തന്നവനേ, എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധമഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമായി, എന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമായി. മനസ്സിലായോ? എന്നുമെന്നും ഞാൻ അവനിലും അവനിലും. അങ്ങനെ ക്രിസ്തു വളരണം, നമ്മൾ ക്രിസ്തുവായി മാറണം. അപ്പോൾ വിശ്വാസത്തിന്റെ ആദ്യമാണ് കേട്ടോ. 2 റോമർ 4:13 ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം. 13 ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലോ ലഭിച്ചത്. 16 അതുകൊണ്ട് കൃപാദാനം എന്ന് പറയുന്നതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും.
ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. എന്തായാലും രണ്ടാമത്തെ പടി വിശ്വാസത്തിന്റെ. ഒന്നാം പടി മനസ്സിലായല്ലോ. രണ്ടാമത്തെ പടി, നിങ്ങൾക്ക് വേദപുസ്തകത്തിനകത്തുള്ള സകല വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് അവകാശം. ഇത് വിശ്വസിക്കണം. വേദപുസ്തകത്തിനകത്തുള്ള സകല വാഗ്ദത്തങ്ങളും, ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. പഴയ നിയമത്തിനകത്തുണ്ട്, പുതിയ നിയമത്തിനകത്തുണ്ട്. ഇത് എനിക്കും നിങ്ങളുടെ പടങ്ങളുടെ സമൂഹത്തിന് വാഗ്ദത്തമാണ്. നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. ഒരു തടസ്സവുമില്ല. തടസ്സമില്ല എന്ന് പറയാൻ കാരണം യഹൂദന്മാർ പറയും തടസ്സമുണ്ടെന്ന് പറയും. കാരണം നിങ്ങൾ ബയോളജിക്കലി അബ്രഹാമിന്റെ മക്കളല്ല. അബ്രഹാമിന്റെ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന് യാക്കോബ്, യാക്കോബിന് 12 മക്കൾ, അത് 12 ഗോത്രം. ഈ ഗോത്രങ്ങളാണ് ഇസ്രായേൽ മക്കൾ. അപ്പൊ അബ്രഹാമിന്റെ ജിനിയോളജി ചേർത്ത് വരുന്ന അവരാണ്, വേറെ ആരുമില്ല. അവരാണ് ആ മക്കൾ. അവർക്ക് മാത്രമാണ് അബ്രഹാമിനോട് വന്ന വാഗ്ദത്തം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലുള്ള സകല വിശുദ്ധ അനുഗ്രഹിക്കപ്പെടും. അവർ പറയും അത് അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ടവരെ കുറിച്ചിട്ടാണ്. നിന്നിൽ നിന്ന് രാജ്യക്കാർ ഉദ്ഭവിക്കും, രാജ്യം ഭരിക്കുന്ന ആൾക്കാരുണ്ടാവും, നിന്നെ ഞാൻ സൗഖ്യമാകും, നിനക്ക് വിടുതലുണ്ടാവും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ വസ്തു അനുഗ്രഹിക്കപ്പെടും, നിനക്ക് സ്വർഗ്ഗ സൗഭാഗ്യം. ഇതെല്ലാം അബ്രഹാമിന്റെ തലമുറയ്ക്കകത്ത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ വാഗ്ദത്തങ്ങളാണ്. അപ്പോ അവര് പറയുന്നു അത് അബ്രഹാമിന്റെ തലമുറയ്ക്കാണ്. നമുക്കോ അതാണ് പറയുന്നത്. അബ്രഹാം പരിച്ഛേദനയേറ്റ് ഒരു യഹൂദൻ എന്ന പദവിക്കകത്ത് വരുന്നതിന് മുമ്പേ, പദവി ഒന്നുമില്ല, ക്ഷമിക്കാൻ പറയുന്നു. അങ്ങനെ ഇവര് പറയുന്ന യഹൂദന്മാർ പറയുന്ന പരിച്ഛേദന എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനകത്ത് വരുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കുകയും അങ്ങനെ വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാനും നിങ്ങളും അതേ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന്റെ മേൽ വന്ന അതേ അനുഭവം നമ്മുടെ മേൽ വന്നു ചെയ്തു. ഇടയിൽ വന്ന പരിച്ഛേദന എന്ന കർമ്മം നമുക്ക് ആവശ്യമില്ല. അബ്രഹാം അത് കണ്ടിട്ടല്ല ദൈവം അവനെ നീതീകരിച്ചത്, വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിൽ കണക്ട് ചെയ്യപ്പെടുന്നു, ക്രിസ്തുവിൽ വിശ്വാസത്താൽ. അതുകൊണ്ട് പരിച്ഛേദനയില്ലാതെ തന്നെ വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വരുന്നു. മനസ്സിലായി? അപ്പൊ ബയോളജിക്ക് ഇവിടെ കണക്ഷൻ വേണ്ട, പരിച്ഛേദനയിലൂടെ വന്ന ആളെ വേണ്ട. നമുക്ക് വിശ്വാസത്താലുള്ള പിതാവ് മതി, വിശ്വാസത്താൽ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ മതി. ഇത് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അബ്രഹാമിലൂടെ കർത്താവേ എനിക്ക് പഴയ നിയമത്തിനകത്ത് നൽകിയ വാഗ്ദത്തമെല്ലാം എനിക്ക് അവകാശമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തിന് അടിസ്ഥാന പ്രാർത്ഥനകളാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് അവകാശമാണ്. എന്നിട്ട് പഴയ നിയമത്തിൽ പറയുന്ന വചനങ്ങളെ എടുത്തു വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തെറ്റില്ല. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിക്കാം, തെറ്റില്ല. അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം, തെറ്റില്ല. നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള വചനങ്ങൾ ഇഷ്ടമായ വചനങ്ങളുണ്ട്, വാഗ്ദത്ത വചനങ്ങളുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ല വാഗ്ദത്ത വചനങ്ങളുണ്ട്. അപ്പൊ ഈ വാഗ്ദത്ത വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ അബ്രഹാമിനോട് വന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബം, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദത്തോടെ അത് സംഭവിക്കും, സംഭവിച്ചേ പറ്റൂ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് മാറില്ല. ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറില്ല. അത് സംഭവിച്ചേ പറ്റൂ, സംഭവിക്കും. അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങനെയാണെങ്കിൽ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കേട്ടോ, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനമുണ്ട് അതിനകത്ത്, അത് സംഭവിക്കും, സംഭവിക്കണം. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് വചനമുണ്ട്, അത് സംഭവിക്കും, അത് സംഭവിക്കണം. കണ്ടെത്തി പ്രാർത്ഥിക്കും, വചനം കണ്ടെത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. കാരണം അതിനകത്ത് അങ്ങനെ പറയും, നിങ്ങളത് വിശ്വസിക്കണം. അബ്രഹാമിലൂടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാഗ്ദത്തമാണ്. ഒരു കാര്യം കൂടെ അവസാനം നമ്മൾ പഠിക്കേണ്ടത് റോമർക്ക് ലേഖനം 4-ാം അധ്യായം 17-ാം വചനം. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. 19-ാം വചനത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ അവന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം കുറിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. നമുക്ക് സുഖമില്ല പഠിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭാഗമാണ്. അസാധ്യം, മക്കളെ കിട്ടില്ല, നിർജീവമായ ശരീരം, എന്നിട്ട് വിശ്വസിച്ചു, അത് സംഭവിച്ചു. മൂന്നാമത്തെ ഘട്ടം നമ്മൾ എത്തുമ്പോൾ ഇതിൽ നമ്മുടെ വിശ്വാസമായി കാണണം. ഏത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ഏത് ദൈവം? ഈ ന്യായപ്രമാണത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും പറഞ്ഞ ദൈവം, ക്രിസ്തുവിനെ നമുക്ക് നൽകി രക്ഷിച്ച ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഈ ഒരു റൂട്ടിലൂടെ നിങ്ങൾ പ്രാർത്ഥന
പ്രാർത്ഥിക്കാൻ അസാധ്യങ്ങളെ സാധ്യമാക്കും. നിർജീവമായ ശരീരത്തിനകത്തൂടെ മക്കളെ കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം പറയുന്നു, അത് അസാധ്യമായതിനെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഏതൊരു മേഖലയിൽ നിന്നിരുന്നാലും ഏതൊരു പ്രതിസന്ധിക്കകത്ത് നിന്നാലും ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. പ്രകൃതി സംഭവിച്ചിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കും, മക്കളിൽ സംഭവിച്ചിരിക്കും. പ്രകൃതി ഭയങ്കര മഴയൊക്കെ പെയ്യുന്നെങ്കിൽ ഒരിക്കലും ഡോക്ടർ പി ജി വർഗീസ് അദ്ദേഹത്തിന്റെ അനുഭവം എഴുതുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം കൺവെൻഷൻ പ്രസംഗിക്കും നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഭയങ്കര ജനമന്ത്രിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ടെന്റൊന്നുമില്ല, പാവപ്പെട്ട ജനമാണ്. അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വെയിൽ കയറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മേഘം ഇരുണ്ട് കൂടുന്നു, മഴ തുള്ളി വീഴാൻ ഭയങ്കര മഴയ്ക്ക് സാധ്യത. കാരണം അതിന് മുമ്പോട്ടുള്ള ദിവസങ്ങളെല്ലാം ഭയങ്കര മഴയാണ്. അപ്പൊ അന്ന് മഴ പെയ്യും സാധ്യത അതാണ്. അപ്പൊ അവരുടെ സാധ്യത കൂടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവം, വാർദ്ധത അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഈ മഴ പെയ്യുന്ന താക്കൂരിട്ട് കൂട്ടുന്നു, തീർന്ന് ഈ മക്കളെ വീട്ടിലെത്തുന്നവരെ മഴ പെയ്യരുത്. അത് സംഭവിച്ചു. അതേപോലെ ഒരേപോലെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. റൈനാഡ് ബോംബെയുടെ അടുത്തിടയ്ക്കാണ് മരിച്ചത്. ആഫ്രിക്കയിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി സുവിശേഷം പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ടെന്റ് ഇളക്കി മറിക്കുന്ന കാറ്റും ഓറുണ്ടായി തകർത്ത് കളയാനായിട്ട് പ്രകൃതി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ പ്രാർത്ഥിച്ച് അദ്ദേഹം നിർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യോശുവ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസത്തെ പ്രകൃതിയുടെ മേൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. ഞങ്ങൾ പഞ്ചാബിൽ ചെന്നാൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്, കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചൂട് എനിക്കൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വലിയ താല്പര്യത്തോടെ പോയി ചെന്ന് ഒന്നാം ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല, രണ്ടാം ദിവസം 2-3 ദിവസം ഉറക്കമില്ല. കാരണം രാത്രിയിലും ഒരുപോലെ ചൂടാണ്. പുറത്തേക്ക് ചൂട് സമയം പക്ഷേ ചിലർക്ക് അറിയാമായിരിക്കും. സഹിക്കാൻ പറ്റാത്ത ചൂട്, ഉറക്കമില്ലാത്ത രാത്രിയിൽ ഒരു കുടിൽ മുറിയാത്ത കിടക്കുകയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു സങ്കടവും ദേഷ്യവും ഭാരവും എല്ലാം കൂടെ വരും. ഇപ്പൊ ഞാൻ നാട്ടിൽ നമ്മുടെ മിഷൻ ഡയറക്ടർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മനസ്സിലായി ഇവിടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, ഇത് ഭയങ്കര ചൂടാണ്, നിങ്ങൾ നമ്മുടെ വരുമാനം തീക്കാൻ ഓർക്കാനൊക്കെ ഇട്ടെന്ന് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയണം, കാരണം സഹികത്തിലേക്ക്. അപ്പൊ അച്ഛൻ എന്നോട് പറയുന്നത്, അച്ഛാ വിഷമിക്കരുത്, നമ്മളെ ശാന്തന വിഷമിക്കരുത്, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് മേഘസ്തംഭമായി എന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ കിടക്കി. എനിക്കവിടെ ചൊറിഞ്ഞു വരും. ഇത് കേൾക്കുമ്പോൾ മേഘസ്തംഭമായിട്ട് അവിടെ വെച്ചാൽ ഞാൻ ഇത് പഠിച്ചതാണ്, 4 വർഷം ഞാൻ ചെന്നൈയിൽ പഠിച്ചതാണ്. നിങ്ങൾ പറഞ്ഞാൽ പഠിപ്പിക്കല്ലേ ഈ കാര്യം എനിക്കറിയാം. ഇവിടെ ചൂട് തുരുവിയാണ്, നിങ്ങൾ കഥ പറയുന്നത്. ഞാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തെ മറുപടി കൊടുക്കും. വീണ്ടും അച്ഛൻ പറയുന്നത്, സാർ നിങ്ങളുടെ നിലയിൽ കാണാൻ പറ്റുമോ ആ മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ കട്ടി അത് കട്ടിയാണോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ അവിടെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നല്ല വേറെ അറിയാവോ അതുപോലെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് എനിക്ക് സങ്കടക്കണ്ട്. എന്നിട്ടും ആ രാത്രി ഉറങ്ങാൻ പറ്റാതെ ഭാരം വരുമ്പോൾ അച്ഛൻ പറഞ്ഞ ഓർമ്മയിൽ ഒരു മേഘസ്തംഭമായിരുന്നു ഒരു ദൈവം. നിവൃത്തിയില്ലാതെ ഒട്ടുകുത്തി ദൈവത്തോട് തനിയെ കർത്താവെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രിയായി ഉയർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സഹിക്കേണ്ട കർത്താവിനെ സഹായിക്കുന്നതിനെ സഹായിക്കും. കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. ഈ പ്രകൃതിക്ക് വേണ്ടി ആദ്യമായി പ്രാർത്ഥിക്കണം. ഒരു കാലവശം ക്ലൈമറ്റ് മാറില്ല. കാരണം ചൂട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5-6 മാസം ഭയങ്കര ചൂടാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പ് പോലെ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. ഈ നിൽക്കാൻ പറ്റും നാട്ടിലേക്ക് കൊണ്ടുപോയ കത്തുന്ന നിലയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം ഏകദേശം 4-4:30 സൂര്യൻ ഉദിക്കും. ചൂട് സമയത്ത് അങ്ങനെയാണ്. അപ്പോ 4-4 മണിയായപ്പോൾ ഭയങ്കര ശബ്ദം പുറത്ത് കേൾക്കണം. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ വാതിൽ തുറന്നു ഭയങ്കര കാറ്റടിക്കുന്നു. ഭയങ്കര കാറ്റാണ്. കൊടിയെങ്കിൽ ഇളകി പറയുന്നു. ഞാൻ പുറത്തോട്ടിറക്കി. പെട്ടെന്ന് മഴമേൽ ഇരുണ്ടുകൊണ്ടു. ഭയങ്കര മഴ. എനിക്കൊരു അതിശയമായി തോന്നിയില്ല. കാരണം ജൂണിൽ നാട്ടിൽ മഴ കണ്ട് മടുത്തടങ്ങോട്ട് പോകണം. ആ സമയത്താണ് അവിടെ ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സംഭവം തോന്നി. ഞാനിങ്ങനെ മഴ നോക്കി നിൽക്കണം. അപ്പോൾ അപ്പുറത്തുള്ള പിള്ളേരൊക്കെ ഭയങ്കര കളിയാണ്. പഞ്ചാബിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര കളി മഴയത്തുള്ളത്. അപ്പൊ ഞാൻ കുഴപ്പമുണ്ടല്ലോ മഴ കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെ മഴയത്തിറങ്ങി കളിക്കുന്ന പിള്ളേരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഈ സീസണിൽ ഇങ്ങനെ ഒരിക്കലും മഴ പെയ്യില്ല, ഇങ്ങനെ മഴ പെയ്യില്ല. അവിചാരിതമായി ഈ ചൂട് സമയത്ത് മഴ കിട്ടിയത് ആസ്വദിക്കുകയാണ് ഈ പിള്ളേർ. അപ്പോഴാണ് ഞാൻ മുകളിലോട്ട് നോക്കി, കർത്താവേ ശരിക്കും മേഘസ്തംഭമായിട്ട് ഉണ്ടായിരുന്നല്ലേ, ശരിക്കും മരുഭൂമിയിൽ തണലായിട്ടുണ്ടായിരുന്നല്ലേ. അന്ന് ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്, ഈ പ്രകൃതിയുടെ മേൽ എനിക്കൊരു അധികാരമുണ്ട്. നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്ന ഞാനും നിന്റെ കൂടെ പേടിക്കരുത്. അതിനുശേഷം മഴ പെയ്യത്തില്ല. ചൂട് അസഹനീയമായിരുന്നു. ഒരിക്കൽ പോലും എന്റെ മനസ്സിൽ വ്യാകുലപ്പെട്ട് കർത്താവ് ചൂട് സഹിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ പ്രകൃതിയുടെ അധികാരമുള്ളവൻ അറിയാം എന്റെ ശരീരം ഇവിടെ എങ്ങനെ നിർത്തണമെന്ന്, എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവനറിയാം. അവൻ
അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉടലെടുത്തു. പിന്നെ എനിക്ക് നോക്കി പേടി തോന്നിയില്ല. നിർത്തും ദൈവം എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട പ്രകൃതിയിലെത്തി പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായി. എൻ്റെ കൊച്ചമ്മ ഗർഭിണിയായി 7 മാസം ആവുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കരമായ പ്രശ്നമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ ഡിസംബറായി, തണുപ്പായി, ഭയങ്കര തണുപ്പാണ്, അപ്പോൾ BP കൂടുതലാണ്, കുഞ്ഞ് മരിച്ചു നഷ്ടപ്പെടുന്നു, നിങ്ങൾ പോകണം. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞാൽ പോകരുത്, നിൽക്കണമെന്നാണ്. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടെ നിൽക്കാനായിട്ട്, കാരണം അങ്ങനെ പറ്റില്ല. പക്ഷെ ആ ദിവസം ഡോക്ടർ പറഞ്ഞു, സിവിയർ ആയിട്ട് എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞവർ വിട്ടു. ഞാൻ വീട്ടിലേക്ക് ചെന്നിരിക്കും ഇല്ലാത്ത ഭാരം, ഇവിടെ നഷ്ടപ്പെട്ട് തിരികെ പോകേണ്ടി വരുമോ എന്നുള്ള പേടി. ഇപ്പൊ ഞാൻ നാട്ടിൽ ആരെങ്കിലും വിളിച്ചവരെടുത്തോളം മുരുങ്ങിയ രക്ത മഞ്ഞൾ വാങ്ങിച്ച് കഷായം കുടിക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് കണ്ടോ എനിക്കറിയാം, നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ട, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഉപദേശം കിട്ടി. ഇപ്പൊ ഞാൻ മുരിങ്ങയില തേടിയാണ് അവരുടെ ചില സഹോദരന്മാർക്ക് ഈ പടം കാണിച്ചു കൊടുത്തു. ഈ മുരിങ്ങയില ഇവിടെ കിട്ടും. അപ്പൊ അവരൊന്നും കണ്ടിട്ടില്ല, അവർ ഈ സാധനം കണ്ടിട്ടില്ല, അവരെ ഉപയോഗിക്കാറുണ്ട്, അവരൊന്നുമില്ല. അപ്പൊ എനിക്ക് അതിലേറെ സങ്കടമായി. അപ്പൊ അറ്റ്ലീസ്റ്റ് മുരിങ്ങയെങ്കിലും തന്നൂടെ എന്ന് ഭാരപ്പെട്ടു, സങ്കടപ്പെട്ടു. അതുമില്ല, അകപ്പടക്കുന്നത് പകരാൻ പോകുകയും അന്ന് വൈകുന്നേരം ഞാൻ സങ്കടപ്പെട്ട് മുരിങ്ങയില്ലല്ലോ, മുരിങ്ങയിലെ കർത്താവെ, അതുമില്ലല്ലോ, ഇതുമില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെട്ട് ഞാനിങ്ങനെ മുമ്പിലേക്ക് നടക്കണം. കൊച്ചു ഇടവഴിയുണ്ട്, സ്ഥിരമായിട്ട് നടന്നു പോകാറുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ആ വഴി കൂടി സങ്കടപ്പെട്ട് നടന്ന് കുറേ നേരം മുമ്പിൽ ചെല്ലുമ്പോൾ ഇത്രയുള്ള ഒരു മുരിങ്ങത്തൈ ഞാൻ പൊളിച്ചിരിക്കുകയാണ്. അന്ന് വരെ അവരൊരു മരം ഓടിയില്ല. എനിക്ക് മുരിക്കാൻ ഉറപ്പൊന്നുമില്ല. ഞാൻ നേരെ പൊടിച്ചെടുത്ത് വീട്ടിലേക്ക് ഓടിച്ചത് ഉച്ചപ്പടയിൽ മുരിങ്ങയിലേക്ക് അതേ മുരിങ്ങയില്ല. ഉടൻ തന്നെ കഷായം ഒന്ന് കുടിക്കുന്നു. 2 ദിവസം, 2 ദിവസത്തേക്ക് 3-ാം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പ് ചെയ്ത് നോർമൽ, ഒരു പ്രശ്നമില്ല. ഡോക്ടർ പറഞ്ഞു നോർമൽ, വെരി ഗുഡ്, കിട്ടും, ഇങ്ങനെ തന്നെ പോയാൽ ഡെലിവറി സമയത്ത് ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടു. എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. ഒരിക്കലുണ്ടല്ലോ ഡെയിലി ഓരോക്കെ കൊടുത്താൽ കയ്പായിട്ട് പ്രശ്നമൊന്നുമില്ല, സങ്കടപ്പെട്ടില്ല, ഭാരമെല്ലാം മാറി. വീണ്ടും അടുത്ത ദിവസം വൈകുന്നേരം ഈ മുരിങ്ങയെ ഓടിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സാധനം അവിടെ ഇല്ല, പോയി. കർത്താവ് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് നീ എന്തിന്റെ പേടിക്കുന്നത്? പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ഭാവമുള്ളവൻ. നീ എന്തിനാണ് ആഗ്രഹപ്പെട്ടത്? ഇത്ര ടീച്ചി. പിന്നെ ഈ സംഭവം വന്നില്ല, യോഗം വന്നില്ല, ഒന്നും വന്നില്ല, എന്നെ പഠിപ്പിച്ചു. സിമ്പിൾ. യോഗ്യത കൊണ്ടാണ് ഇവിടെ പറഞ്ഞു മനസ്സിലായോ? നിന്റെ യോഗ്യത കൊണ്ടല്ല, നിന്റെ കഴിവും പത്രാസവും പ്രതാപങ്ങളും കൃപ ദയതോന്നി, അത്ര തന്നെ. കർത്താവ് എന്നെ പഠിപ്പിച്ച് ഈ പ്രകൃതിയുടെ മേലേക്ക് അധികാരമുണ്ട്, ഇതൊക്കെ സൃഷ്ടിച്ചത് ഞാനാണ്. ഇഷ്ടം പോലെ ഉദാഹരണങ്ങളിലൂടെ കർത്താവിനെ ഓരോ ദിവസം നടത്തിയപ്പോൾ എന്റെ ഉള്ളിൽ ദൈവം ഇങ്ങനെ വചനം തന്നുകൊണ്ടിരുന്നു. ഓരോ എനിക്ക് വചനമാണ് ഇങ്ങനെ ദൈവം തരാൻ തുടങ്ങി. ഈ വചനത്തോട് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വിശ്വാസം ഇങ്ങനെ ക്രമേണ പലതും ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് വരാൻ ദൈവം എല്ലാം ചെയ്യും. സകല കാര്യങ്ങൾ മനസ്സിലായോ? എന്റെ ലൈഫിൽ വളരെ ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ തീരില്ല. അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. അനേകം ആൾക്കാർ ഞാൻ ഒരിക്കലും പള്ളി പ്രസംഗിച്ചു, മക്കളുടെ നമുക്ക് അധികാരമുണ്ട്. വേദപുസ്തകത്തിലുണ്ട്, മക്കൾ ദൈവത്തിന്റെ അവകാശമാണ്, ഉദരകാലം അവൻ തന്ന പ്രതിഫലം. അപ്പൊ നിനക്ക് അവകാശമല്ല, നിന്റെ മക്കൾ നിനക്ക് അവകാശമാണെങ്കിൽ അത് നിന്റെ അവകാശമാണ്. നിന്റെ കയ്യിലിരിക്കണം, ആരോഗ്യത്തോടിരിക്കണം, സന്തോഷത്തോടിരിക്കണം, സമാധാനത്തോടിരിക്കണം. കുഞ്ഞ് എന്റെ അവകാശമാണ്, ദോഷത്തിന്റെ അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ ഒരമ്മ എന്നോട് സാക്ഷ്യം പറഞ്ഞാൽ അവർ വീട്ടിൽ ചെന്നു. ആ രാത്രി ഭർത്താവിന്റെ വീട്ടിൽ പോയിരിക്കുന്നു. മകൾ ഭയങ്കരമായ പനി, കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത ഭാരപ്പെട്ട് പേടിച്ചിരിക്കുന്നു. വചനം തലയ്ക്കാതിരിക്കുന്നു. മക്കൾ ദൈവത്തിന്റെ അവകാശമാണ്, ഉദരഫലം അവൻ തന്നെ പ്രതിഫലമാണ്. എന്റെ ദൈവം പറയുന്നു, ആ മാതാപിതാക്കൾക്ക് മക്കളുടെ ഒരധികാരവും അവകാശമുണ്ട്. എന്റെ കുഞ്ഞ് എനിക്ക് അവകാശമാണ്. ഈ കുഞ്ഞിന് വ്യാപരിക്കുന്ന സകല രോഗാത്മാവും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. കുഞ്ഞ് സൗഖ്യമായി. അമ്മ പറയുന്ന സാക്ഷ്യമാണ്, നിനക്ക് അവകാശമാണ് ഈ വചനം. മനസ്സിലായോ? നിങ്ങൾക്ക് വിശ്വസിക്കാം. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ഒരു ദൈവത്തിൽ നീ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കും. എങ്കിൽ ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്യുന്നത് ഒരു കൊച്ചുപള്ളിയാണ്. നോമ്പ് ആരാധന, നോമ്പുകാല ആരാധന, 40 ദിവസം ആരാധന. എല്ലാ ദിവസവും ആൾക്കാർ പള്ളിയിൽ വരും. കൊച്ചുപള്ളിയാണ്. അപ്പോ അതിനിടയിൽ ഒരു ദിവസം ഒരു സഹോദരന് അദ്ദേഹത്തിന് ജോലിക്ക് പോയ സമയത്ത് പകൽ സുഖയില്ലാതായി, തലകറങ്ങിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചില കേൾക്കുമ്പോൾ ബ്ലഡിൽ ചില കാര്യങ്ങളൊക്കെ കുറവാണ്, പ്രശ്നമാണ്, സിവിയർ. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ അഡ്മിറ്റ് ആവണം. എന്ത് അഡ്മിറ്റ് ആവണം? ചില ദിവസങ്ങളിൽ ചില ചികിത്സകൾ കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകണം. അങ്ങനെ അഡ്മിറ്റ് ആവാൻ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു വെച്ചാൽ ഇങ്ങനെ അഡ്മിറ്റ് ആവാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ ഒരു ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ ഇപ്പോഴും അഡ്മിറ്റ് ആവാം, തിരിഞ്ഞു നോക്കണ്ട, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് അല്ല, ചെന്ന് പ്രാർത്ഥിച്ചു നീ അഡ്മിറ്റ് ആകും. നമുക്ക് ഇല്ല, നീ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരം ആരാധന നടത്തുമ്പോൾ ഈ ചേർന്ന് വന്നിരിക്കുകയാണ്. ഇവൻ മുമ്പിലിരിക്കുകയാണ്. ആരാധന കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കട്ടെ മുമ്പിലിരിക്കുന്നു. ഇപ്പൊ ഞാൻ അഡ്മിറ്റ് ആകാത്തത് അച്ഛാ പ്രാർത്ഥിക്കച്ച. ഈ ആരാധനകൾ ഇന്നുവരെ മുടങ്ങാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ
ഇന്നും ഞാനിവിടെ വന്നിരിക്കുന്നു. കർത്താവ് തുടരച്ച ഒരു പക്ഷേ മാറിയില്ല പോകണം ഒന്ന് പ്രാർത്ഥിക്കും, ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ആ മകൻ ആ ആരാധനയ്ക്ക് എല്ലാം സുഖമായി. ഒരു വിശ്വാസമാണ്. വിശ്വാസം ഈ കേട്ട് 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 വരെ ആരാധനയ്ക്ക് തിരുന്ന് 45 ദിവസത്തെ ആരാധനയുടെ പകുതി കഴിഞ്ഞപ്പോ വിശ്വാസം കയറി. ഓരോ ദിവസവും വചനം കേട്ട് കേട്ട് കയറി പിള്ളേർ, കൊച്ചു പിള്ളേരുടെ അനുഭവം പറയുന്നത്. കൊച്ചു പിള്ളേരിലേക്ക് വിശ്വാസം അങ്ങ് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിശ്വാസം കയറി എല്ലാം വചനത്തിന്റെ കേൾവിയിലൂടെയാണ്. ഇഷ്ടമുള്ള പറയുന്നത്. രോഗിയെ ഒരിക്കൽ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഈ വാന്തത വചനം മാത്രം പള്ളി പ്രസംഗിക്കണം. സൗഖ്യമാക്കാൻ പറ്റുന്ന, രോഗസൗഖ്യമാക്കാൻ സാധ്യതയുള്ള വചനങ്ങൾ ഈ വചനം പള്ളി പ്രാർത്ഥിക്കും. ഇതിന്റെ അവകാശമാണെന്ന് പറഞ്ഞു. ഒരമ്മ ഒരു മകനോട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് പോയി. മകന്റെ ശരീരത്തിൽ മുഴയേണ്ടത് ഈ മുഴ വെറുതെ നാളുകളുടെ പ്രാർത്ഥിയൊന്നും മാറുന്നില്ല. അവർ വീട്ടിൽ പോയിട്ട് ഈ മോന്റെ മേലേക്ക് അവകാശമുണ്ട്, ഇത് രോഗസൗഖ്യത്തിനുള്ള വചനമാണ്, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കും. 3 ദിവസം കഴിഞ്ഞ് ഈ മുഴ പ്രത്യക്ഷമായി പോയി. ഇവരെന്നെ വിളിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. വിശ്വാസത്താൽ വചനത്തിലൂടെ അത് സംഭവിക്കും. അസാധ്യങ്ങൾ സാധ്യമാകുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രമാത്രം ഈ വചനത്തിന്റെ വിശ്വാസത്തിനകത്ത് വരുന്നോ, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. വീട്ടിനകത്ത് കൊണ്ടുവരാം, മക്കളെ കൊണ്ടുവരാം, നിങ്ങളുടെ വസ്തുവിൽ കൊണ്ടുവരാം, നിങ്ങളുടെ മൃഗസമ്പത്തിനകത്ത് കൊണ്ടുവരാം. അനേകം ആൾക്കാർ എന്റെ മൃഗസമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. അവർക്കെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ആവർത്തന പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട് അതിനകത്ത് മൃഗസമ്പത്ത്, ദൈവം തരുന്ന അനുഗ്രഹത്തിനെ പറ്റി. ഇതും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനേകം ജീവിതത്തിൽ സംഭവിക്കുന്ന എനിക്കറിയാം. അവരുടെ വിശ്വാസം പാലിച്ച് ദൈവം അത് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ 3ാമത്തെ പടി എത്തിയപ്പോഴാണ് ഞാനത് പറഞ്ഞത്. ശ്രദ്ധിച്ചോ, അതിന്റെ കൺക്ലൂഷൻ. വിശ്വാസത്തിന്റെ 3ാമത്തെ പടിയിൽ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ചാടികൾ ഇറങ്ങാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇറങ്ങിപ്പോ അത്ഭുതം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞത് അബദ്ധമാണ്. അങ്ങനെ പഠിക്കുന്ന ടീച്ചേഴ്സ് തെറ്റാണ്. ശരിയല്ല. ഒന്ന്, നിന്റെ വിശ്വസിക്കാൻ വിശ്വാസത്താൽ മാത്രമേ നീതിയിലെത്തും. യേശു ക്രിസ്തു രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം കേൾവിയാൽ വളരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഇഷ്ടംപോലെ അവൈലബിളാണല്ലോ, യൂട്യൂബിൽ അവൈലബിളാണല്ലോ, ഓൺലൈൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ സുഭിക്ഷമാണ്. ചുമ്മാ വീട്ടിൽ കേട്ടോണ്ടേയിരിക്കും. വചനം പഠിച്ച് വിശ്വാസത്തിൽ നീ വളർന്നു വരും. അതിനോടൊപ്പം ചേർന്ന് നിന്റെ ജീവിതം യേശു ക്രിസ്തു പണിതുന്ന ജീവിതമായി മാറാം. നീ അല്ല, ക്രിസ്തുവായി മാറണം. ചീത്ത വിളിച്ചാൽ പ്രതികരിക്കാത്ത, അടിക്കുന്നതിൽ പ്രതികരിക്കാത്ത, വിനയപ്പെടുന്ന സൗമ്യം യേശു ക്രിസ്തു ആണെന്ന് വരുന്നത്. ഞാനോ പറയണം, അവനോ വളരണം എന്ന ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ വളരുന്നത് വിശ്വാസത്താൽ. കർത്താവിൽ ഉണ്ടെന്നുള്ള വിശ്വാസം. അതുകൊണ്ട് നീ നിന്നെ തന്നെ മാറ്റുന്നു. ഞാൻ കുറഞ്ഞു, കർത്താവിൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്നു. വിശ്വാസമാണത്. അതാണ് വിശ്വാസം. യേശുവിൽ ഉണ്ടെന്ന വിശ്വാസം. ഇത് വരാതെ അടുത്ത സ്റ്റെപ്പ് നേടരുത്. ഇത് വരാതെ നിന്ന പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നടക്കില്ല. പ്രതികൂലം ഉണ്ടാവും, പ്രതിസന്ധികളായിട്ട് വരുമ്പോൾ വിശ്വാസം താഴും. എന്തേ നടക്കുന്നില്ല എന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ വിശ്വാസം വലിയ എടുക്കലൊന്നുമല്ല, ക്രിസ്തുവിന്റെ ഭാവത്തിൽ വരാൻ പറ്റുന്നൊരു പ്രയാസമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ വിശ്വാസത്തിൽ വളർത്തണമേ, എന്നെ നിന്റെ ഭാവമുള്ളവനാക്കി ഉള്ളവാക്കി മാറ്റണമേ, ക്രിസ്തു എന്നിൽ വളരണമേ, എന്നെ തന്നെ കുറയ്ക്കാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇത്രയും നിങ്ങൾക്കൊന്ന് മനസ്സൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ബാക്കി ജീവിച്ചു. ഇത് ഒന്നും വേണ്ട. കല്ലായ ഹൃദയമാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. പിന്നെ വേറൊരു മൈൻഡ്സെറ്റാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പല അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൂടെയുള്ള യാത്ര. വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ തന്നെ വിശ്വാസം കയറി വരണം കേട്ടോ. അല്ല മോളിൽ കയറി കിടക്കുന്നത് അതുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അടിസ്ഥാന പ്രമാണത്തിലൂടെ വളരുക. ദൈവം നിങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും അത്ഭുതമാക്കി മാറ്റുകയും ചെയ്യും കേട്ടോ. എഴുന്നേൽക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ വിനയപ്പെടുത്താൻ സമർപ്പിക്കാം. കണ്ണുകളടിച്ച് നമ്മൾ കേട്ട വചനം വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. വിശ്വാസം നമ്മുടെ വെറും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് അത് സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമേ. ഞാനൊന്നിനും യോഗ്യനല്ലപ്പാ, ഞാനൊന്നിനും യോഗ്യനല്ല. ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ച വ്യക്തിയുമല്ല. കർത്താവേ, ഞാൻ എന്നെ തന്നെ കുറച്ച് എന്നെ വിനയപ്പെടുത്തി ക്രിസ്തു എനിക്ക് വളരണമേ. അങ്ങനെ ഒരു ഭാവം എനിക്ക് തരണം. കർത്താവെ, അങ്ങ് ജീവിക്കുന്നത് കാണാൻ കൃപ തരണം. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രക്കകത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിപ്പാൻ, വിശ്വാസത്താൽ ദൈവിക സാന്നിധ്യം